പ്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വന്യരായ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ കോറപ്പിസ്കോപ്പന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മലങ്കര സഭയുടെ തിളങ്ങുന്ന നക്ഷത്രം എന്ന് വിളിക്കപ്പെടാവുന്ന കാലജീല ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ 4ാമത്തെ ഓർമ്മ, അഥവാ 3 വർഷം തികഞ്ഞതിന് ശേഷമുള്ള ഓർമ്മ പെരുന്നാൾ നാം ഇവിടെ ആചരിക്കുകയാണ്. ആ വന്യ പിതാവിനെ കുറിച്ച് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് അംഗീകരിക്കുവാൻ ഇപ്പോഴും വിസമ്മതിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സമൂഹവുമായ മലങ്കര സഭ അദ്ദേഹത്തെ എപ്പോഴും ഓർക്കുന്നുണ്ട്. എന്താണ് ആ വന്യപിതാവ് നമുക്ക് വെച്ച് തന്ന മാതൃക? എന്താണ് തിരുമേനി നമുക്ക് നൽകിയിട്ടുള്ളത്? ഇത് നമ്മൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതാണ്. ഓരോ പിതാക്കന്മാരും മലങ്കര സഭയ്ക്കും സമൂഹത്തിനും ചിലതെല്ലാം നൽകിക്കൊണ്ടാണ് അവരെ ഈ ഭൗമികമായ ജീവിതം അവസാനിപ്പിച്ച് അപ്രത്യക്ഷമാകുന്നത്, നമ്മുടെ കണ്ണുകൾക്ക് അപ്രത്യക്ഷമാകുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ വന്യപിതാവ് എന്താണ് നമുക്ക് തന്നിട്ട് പോയിട്ടുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നുപോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. തിരുമേനിയുടെ ജനനം 1918-ലാണ്. 1918 എന്ന് പറയുന്നത് 1ാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന വർഷമാണ്. ലോകം മുഴുവനും പട്ടിണിയാണ്. 1914 1ാം ലോകമഹായുദ്ധം ആരംഭിച്ച് 18-ൽ അവസാനിക്കുന്നുണ്ട്. തിരുമേനി ആ വർഷമാണ് ജനിക്കുന്നത്. ബാല്യകാലത്തിൽ തന്നെ ദൈവവചനം തലയ്ക്ക് ഒരു മത്തുപോലെ പിടിച്ച ഒരു യുവ വിപ്ലവകാരിയായിട്ടാണ് അദ്ദേഹം സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ദൈവവചനം തലയ്ക്ക് പിടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ തിരുമേനിയുടെ ജീവിതത്തിൽ എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരും അനുഭവമുള്ളവരുമാണ് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഈ മാവേലിക്കര ദേശം എന്ന് പറയുന്നത് ആത്മീകവും ഭൗതികവും രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രതിഭാശാലികളുടെ ഒരു കേന്ദ്രമാണ്. ഈ ഗ്രാമം ലോകത്തിന് അനേക സംഭാവനകൾ നൽകപ്പെട്ട അനേക പ്രതിഭാശാലികളെ ദാനം ചെയ്തിട്ടുള്ളൊരു ദേശമാണ്. ഇന്ന് നാം സ്മരിക്കുന്ന വന്യപിതാവ് ഒരു ആത്മീയ വിപ്ലവകാരിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് എന്ന് ഞാൻ വീക്ഷിക്കുകയാണ്, അങ്ങനെ ഞാൻ കരുതുകയാണ്. പട്ടിണിയും പരിവട്ടവും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആ ലക്ഷ്യം തൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. താൻ ഏറ്റവും അധികം അതിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ദൈവവചനം എന്ന് തലയ്ക്ക് പിടിച്ചിരിക്കുവാണ്. കുട്ടികളോട് കണ്ടാലും അത് തന്നെയാണ് പറയുന്നത്, യുവാക്കന്മാരോട് പരിചയപ്പെട്ടാലും സംസാരിക്കുന്നത് തന്നെയായിരിക്കും, മധ്യവയസ്കരോടും പ്രായമുള്ളവരോടും ഒക്കെ പറയുന്നത് തിരുമേനി ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചായിരിക്കും. ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ യുവാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രയാണം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു അവതാര ദർശനമായിട്ടാണ്. നമ്മുടെ സഭയിൽ ജീവകാരുണ്യ പ്രവർത്തനം ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ആരംഭിക്കുന്നത് ഒസ്താത്യോസ് തിരുമേനിയാണെന്നാണ് എൻ്റെ സങ്കല്പം. അതിനു മുൻപ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉള്ളതെല്ലാം വ്യക്തിഗതമാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം അത് ചെയ്തിട്ടുണ്ട് ധാരാളം. പക്ഷെ അത് വ്യക്തിഗതമായിട്ടായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം മലങ്കര സഭയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആരംഭിക്കുന്ന ഒസ്താദ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ മാതൃക കണ്ടാണ് ഇന്ന് നമ്മൾ
പ്രവർത്തിക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഊർജം, മാതൃക എന്ന് എൻ്റെ മനസ്സ് വിളിച്ചു പറയുന്നു. അതിനു മുൻപ് വ്യക്തിഗതമായിട്ട് പിതാക്കന്മാർ ചെയ്യും. പിതാക്കന്മാരുടെ കൈകളിൽ വരുന്ന ധനമായാലും മറ്റെന്തായിരുന്നാലും അത് ആർക്കെങ്കിലും അത് നൽകുന്നതിൽ എല്ലാ പിതാക്കന്മാരും വളരെയധികം ശുഷ്കാന്തിയുള്ളവരായിരുന്നു. കാരണം അത് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അതിശക്തമായ ഒരു ഒരു ഉപദേശവും ഒരു നിർദ്ദേശവും ഒരു കൽപ്പനയുമാണ്. അത് ചെയ്യാതെ ക്രിസ്തീയ ജീവിതത്തിന് പൂർണ്ണത വരികയില്ല എന്ന് ശക്തമായി നിർദ്ദേശിച്ചിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ പക്ഷേ അതൊരു ഓർഗനൈസ്ഡ് സിസ്റ്റം. തിരുമേനി ഈ സെൻറ്റ് പോൾസ് എന്ന് പറയുന്ന ഇവിടെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് സുവിശേഷ പ്രസംഗവും പഠിപ്പിക്കലും ആരംഭിച്ചെന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്നൊക്കെ കൂടെ നിങ്ങൾക്കറിയാം. ഇതിവിടെ കൊണ്ട് നിൽക്കുന്നില്ല. മലങ്കര സഭ മുഴുവനും അത് വ്യാപിച്ചു, മലബാറിലേക്ക് ചെന്നു. അവിടെ തിരുമേനിക്ക് അത് പ്രവർത്തിക്കാനുള്ള ചില സ്ഥാപന സ്വത്തുക്കൾ തന്നെ മനുഷ്യർ ദാനം ചെയ്യുകയാണ്. ഇപ്പോഴേ തിരുമേനി അത് കഴിഞ്ഞ് പിന്നെ മാവേലിക്കരയിൽ നിന്ന് മലക്കരയിലാകെ പടർന്നു പിടിച്ച ഒരു ദൈവവചനത്തിൻ്റെ ഒരു വിപ്ലവം തന്നെ തിരുമേനി നടത്തി വരുത്തിയെന്ന് വേണം പറയാൻ. അത് പിന്നീട് ഉത്തര ഭാരതത്തിലും ഇപ്പോഴ് ഭാരതത്തിനപ്പുറത്തും ഒക്കെ ഇതങ്ങ് പടരുകയാണ്. അത് തിരുമേനി അങ്ങനെ നയിച്ചത് ഈ ദൈവവചനത്തിലുള്ള തിരുമേനിയുടെ ഉറച്ച ബോധ്യമാണ്. അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ആ ചിന്തയുടെ പല മാതൃകകൾ തൻ്റെ പ്രവൃത്തി രൂപത്തിൽ വരികയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുമേനി മലങ്കര സഭയുടെ രത്നമായത്. സഭാരത്നം എന്ന് അദ്ദേഹത്തെ മലങ്കര സഭ പേരിട്ടത്. സഭയുടെ അംബാസഡർ എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. തിരുമേനിയുടെ പേര് പറഞ്ഞ് ഇപ്പോഴും എവിടെയെങ്കിലും ചെന്നിരുന്നാലും ജനം അതുപോലെ തിരുമേനിയെ ഉൾക്കൊണ്ടിട്ടുണ്ട്. തിരുമേനി പലപ്പോഴും ഒരു പദ്ധതിയോ മറ്റേ എന്തെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളോ ജനങ്ങളോട് പറയുമ്പോൾ കുറേ കഴിയുമ്പോൾ പറയും, മതി, ഇനി ആവശ്യമില്ല, മതി, നിർത്ത്. ഇത് മോശ സമാഗമനം കൂടാരം പണിയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മോശയോട് കൂടാരം പണിയാൻ പറഞ്ഞു. കൂടാരം പണിയാൻ പറഞ്ഞു നോക്കി ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ആഭരണം, പട്ടുനൂല്, പിന്നെ നെയ്ത്ത്, അത് ഇതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ജനങ്ങളൊക്കെ ഒന്നുകൂടി കൊടുക്കാൻ തുടങ്ങി. കുറഞ്ഞപ്പോഴും മോശസ് പറഞ്ഞു, നോ, മതി, ഇത് ആവശ്യത്തിനായി. ആവശ്യത്തിനായി എന്ന് പറഞ്ഞ ജനങ്ങളോട് തരുന്നത് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിതാവാണ് ഈ പ്രസ്താവിച്ചത്. അതിനിപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ പോലും ജനത്തിന് സമ്മതമാണ്. ക്രെഡിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ ഗോസ്പൽ ഓറിയന്റഡ് ലൈഫ് വിത്തൗട്ട് എനി ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് പുതിയ വാക്കാണ്. ഒരു ഗുണമില്ല, ഒന്നുമില്ല. തിരുമേനിയുടെ ആകവും കുറവും ഇത്രമാത്രം ധനാഢ്യന്മാരെ വിമർശിച്ചിട്ടുള്ളൊരു പിതാവ് സഭയിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയാമല്ലോ. ഏത് പ്രസംഗം അവസാനിക്കുമ്പോഴും ധനവാന്മാർക്കൊരു കൊട്ട് കൊടുക്കാതെ ആ പ്രസംഗം ചെയ്യുകയില്ല. ഒരടി കൊടുക്കും, ഒന്നോ രണ്ടോ അടി കൊടുക്കും. അത് കഴിഞ്ഞ് അവനോട് തന്നെ പറയും, എടുത്തോ, നിനക്ക് ഗുണം പിടിക്കണമെങ്കിൽ എടുത്തോ. ആ പ്രവാചകത്തിലൂടെ പറയുമ്പോൾ ഈ വിമർശനം കേട്ട ധനവാൻ തന്നെ അവനും പേഴ്സ് എടുത്ത് ചെക്ക് പുസ്തകം എടുത്തിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എഴുതുകയാണ്. അല്ലാതെ അവൻ അത് കേട്ട് പിണയിക്കുകയല്ല. ഇപ്പം ഞങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവൻ സഭ വിട്ടു, അതാണ്ട് കിടക്കുന്നു, മതി, ഓർത്തഡോക്സാണ്. പിന്നെ അവനെ കാണുകയില്ല, തപ്പിയ കാണുകയില്ല. പിന്നെ അവൻ വേറെ വല്ല എന്തുവാ പുതിയ ഗ്രൂപ്പ് സഭകളുണ്ട്, അതിലൊക്കെ ചെന്ന് പിന്നെ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ വചനം തലയ്ക്ക് മത്ത് പിടിച്ചൊരു യുവാവിന്റെ വിപ്ലവാത്മകരമായ ചിന്തകൾ, ആശയങ്ങൾ, അത് പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകാണ്. തിരുമേനിയുടെ പാട്ടൊക്കെ അറിയാമല്ലോ നമുക്ക്. തിരുമേനി പാട്ട് പാടി എങ്ങനെയിരിക്കുന്നു നമുക്കറിയാം. പക്ഷേ അവിടെ പാട്ടുണ്ട്,
അവിടെ ദൈവവചനമുണ്ട്, അവിടെ ആരാധനയുണ്ട്, അവിടെ ജീവകാരുണ്യ പ്രവർത്തനമുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ നമുക്ക് നൽകിയത് തിരുമേനി ഒരു ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് ബെസ്റ്റ് മോഡലാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ പിന്തുടരുന്നത് ആ തിരുമേനിയുടെ ആ മാതൃക തന്നെയാണ് പല പിതാക്കന്മാരും പിന്തുടരുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം തിരുമേനിയാണ് ആരംഭിച്ചത്. പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി പാവപ്പെട്ട മനുഷ്യരെ ഉയർത്തുന്നതിന് മാത്രമുള്ള ഒരു ആത്മീയ പ്രവർത്തനമായിരുന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മറ്റു പിതാക്കന്മാരൊക്കെ വ്യക്തിഗത ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമായിരുന്നു. 10 രൂപ എൻ്റെ കൈ കിട്ടിയാൽ 10 രൂപ ചിലപ്പം അപ്പോൾ തന്നെ വേറെ ആൾക്ക് കൊടുക്കുക. അതാണ് ഞാൻ വ്യക്തിഗത ജീവകാരുണ്യ പ്രവർത്തനം ഞാൻ പറഞ്ഞത്. പക്ഷേ മലങ്കര സഭയ്ക്ക് ഒരു ഓർഗനൈസ്ഡ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് നാന്ദി കുറിച്ചത് ഈ എം വി ജോർജൻ എന്ന് പറയുന്ന വിപ്ലവാത്മകമായ ആശയങ്ങൾ പറഞ്ഞ് ഈ മലങ്കര സഭയെയും മനുഷ്യരാശിയും ഇളക്കി മറിച്ച് ഉള്ള ഒരു പിതാവാണ്. ആ പിതാവിനെയാണ് നമ്മൾ ഓർക്കുന്നത്. അത് വെറുതെ അങ്ങനെ ഓർത്താൽ പോരാൻ പറ്റുമോ? ഇപ്പോഴും തിരുമേനിയുടെ പേര് പറഞ്ഞ് എന്ത് കാര്യം ചെയ്തിരുന്നാലും അതിൻ്റെതായ ഒരു തീവ്രതയും മനുഷ്യ മനസ്സുകളിൽ അത് ഇന്നും ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ പിരിപ്പറമ്പാച്ചൻ ഉണ്ട്. റമ്പാച്ചന് ഒത്തിരി വയസ്സൊക്കെ ആയി. റമ്പാച്ചനെ അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യഗണത്തിൽ 2 പേരിലൊരാളാണെന്ന് എൻ്റെ വിചാരം. PM തോമസ് അച്ഛൻ, അതുപോലെ തന്നെ പിരിപ്പറമ്പാച്ചൻ. അദ്ദേഹവും ഈ പ്രായ കാലഘട്ടത്തിൽ ഇതേ മാതൃകയിൽ അധ്വാനിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും ഒന്നും വിഷയമല്ല, ഉത്കണ്ഠയുമില്ല. എൻ്റെ ആരോഗ്യത്തിന് എന്ത് പറ്റും, ഞാൻ വഴി കിടന്ന് വീണ് മരിക്കാനിടയാകുമോ, ഇതൊന്നും വിഷയമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിൻ്റെ ഉള്ളിൽ അത് തിളയ്ക്കുന്ന അഗ്നി പോലെയാണ്. അത് അവിടെ അങ്ങ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ഇന്നത്തെ കാര്യങ്ങളുടെ കിടപ്പ് എന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഒസ്താത്യോസ് തിരുമേനിയെക്കുറിച്ച് മാവേലിക്കരയിൽ എന്ത് പറയാനാണ്? ആരോട് പറയുന്നത്? കണ്ടും കേട്ടിട്ടുള്ളവരോടാണ്. വളരെ ദൂരെ നിന്ന് കണ്ടവനും അത് ഇതൊക്കെ വിളിച്ചു പറയും. പണ്ടൊരു എം വി ജോർജന് മാത്രം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂചന പ്രസംഗമൊക്കെ എൻ്റെ ഭാര്യ കാലത്ത് കേട്ടിട്ടുണ്ട്. മലങ്കര സഭ എവിടെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടാതിരിക്കുമ്പോൾ? കക്ഷി വഴക്ക് കൊടുത്തിരിക്കൊണ്ടിരിക്കുമ്പോഴും ജോർജൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും വാങ്ങി തുറക്കും. ഏത് പന്തലിലും അദ്ദേഹം വിളിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു വലിയ ഒരു ദൈവപുരുഷനെ ദൈവം മലങ്കര സഭയ്ക്ക് ദാനം ചെയ്ത ഒരു ഉൾക്കാഴ്ചയാണ് തിരുമേനിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിർവഹിച്ചൊന്നും പറയുന്നില്ല. തിരുമേനിയിൽ നിന്ന് അനുകരിക്കാവുന്നത് ഞാൻ ആരോട് പറഞ്ഞു, പറക്കണ കാക്കയിൽ നിന്ന് തിരുമേനിക്ക് 10 രൂപ കിട്ടിയാലേ കാക്കയുടെ അവിടെ നിൽക്കുക, ഞാൻ റെസിറ്റൊന്നും എഴുതില്ല, അത് കഴിഞ്ഞ് പറഞ്ഞു പോയാൽ എന്നിട്ട് റെസിറ്റ് എഴുതിയിട്ട് അത് ചുണ്ടത്ത് വെച്ച് നീ പറഞ്ഞു മറ്റോട് തമാശ ആണെങ്കിൽ പോലും തിരുമേനിയുടെ എല്ലാ കാര്യങ്ങളും അതാണ്. അതിനൊരു സംശയമില്ല. ഇത് തിരുമേനി 4 വർഷം പൂർണ്ണമായും പഠിപ്പിച്ചിട്ടുള്ള ഒരു ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളാണ്. അതും ഒരു അഭിമാനമാണ്. എം വി ജോർജൻ്റെ 4 വർഷത്തെ ക്ലാസ് വൈദിക പരിശീലനത്തിൽ ലഭിച്ചു എന്ന് പറയുന്നത് ഒരു പദവിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധ പിതാവ് മലങ്കര സഭയ്ക്കും മനുഷ്യ സമൂഹത്തിനും നമുക്കൊക്കെ നൽകി തന്ന ഒരു മോഡൽ, ഒരു മാതൃക അത് നൽകി കടന്നുപോയിരിക്കുന്നു. അപ്പോൾ നാം അതിൻ്റെ പുറകാലെ അതിൽ നിന്ന് നമുക്ക് ആവേശം കൊള്ളാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പരമാവധി കൊള്ളുകയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടവരികയും ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധ പിതാവ് സ്വർഗസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം വിശ്രമിക്കുകയും
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് പ്രചോദനം ലഭിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പിതാവിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു.